ആ സൃഷ്ടിപ്പിലുടനീളം ഒരു അപൂർണതകളും ഒരു ഇംപെർഫെക്ഷനും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹു വെല്ലുവിളിക്കുന്നുണ്ട്. فارجع البصر هل ترى من فطور. നിങ്ങൾ ആവർത്തിച്ച് ആ സൃഷ്ടികളിലേക്ക് നോക്കുക. എത്ര തന്നെ നിങ്ങൾ നോക്കിയാലും നിങ്ങളുടെ കണ്ണുകൾ പരാജയപ്പെട്ട് നിങ്ങളിലേക്ക് മടങ്ങുമെന്നല്ലാതെ യാതൊരു ന്യൂനതയും എന്റെ സൃഷ്ടിപ്പിൽ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. പലപ്പോഴും ആ പ്രകൃതിയിൽ നിന്ന് കോപ്പി ചെയ്ത് നമ്മൾ അനുകരിച്ചുണ്ടാക്കിയ പലതിന്റെയും ആ ന്യൂനതകളിലേക്ക് മാത്രം ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഉദാഹരണത്തിന് പക്ഷികളെ അനുകരിച്ചാണ് നമ്മൾ ഫ്ലൈറ്റ് ഉണ്ടാക്കിയത്. അവരം യറോ ഇലത്വയി ഫൗഖഹും. അല്ലാഹു ആ പക്ഷികളിലേക്ക് ആവർത്തിച്ച് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് നൂറുകണക്കിന് ആളുകളുടെ ബുദ്ധിയും സമയമെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടും ആ കൊച്ചു പക്ഷികളെ വെല്ലുന്ന പെർഫെക്ഷനോടുകൂടി ഒരു ഫ്ലൈറ്റ് നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കുക. ഇപ്പൊ പക്ഷികളുടെ അത്ഭുതകരമായിട്ടുള്ള എയറോഡൈനാമിക് ഷേപ്പ് അത് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് വിമാനത്തെയും വെല്ലുന്നതാണ്. അത് ആ ഷേപ്പ് മാത്രമല്ല, സീറോ റൺവേ ആണ്. നിന്നെടുത്ത് തന്നെ സഡൻ ടേക്ക് ഓഫ് ആണ്. വളരെ സ്മൂത്ത് ആയിട്ട് എത്ര പെട്ടെന്നാണ് അത് ഉയർന്നു പൊങ്ങുന്നത്. അതേസമയം നമ്മൾ ഉണ്ടാക്കുന്ന വിമാനങ്ങൾ 250 km/h വേഗതയിൽ ഏകദേശം 2 കിലോമീറ്ററോളം റൺവേയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അതിന് സ്മൂത്ത് ആയിട്ട് ഒരു ടേക്ക് ഓഫ് സാധ്യമാവുള്ളൂ. അത് മാത്രമല്ല, ഉയർന്നു പൊങ്ങിയാൽ തന്നെ ആൽറ്റിറ്റ്യൂഡ് ഷിഫ്റ്റിംഗ് 10,000-കണക്കിന് വരുന്ന പക്ഷികൾ അവർ ഒന്നിച്ച് ആകാശത്ത് നടത്തുന്ന ഒരു എയർ ഷോ, വ്യത്യസ്ത രൂപങ്ങളെല്ലാം ഉണ്ടാക്കി അവർ നടത്തുന്ന ഒരു ആകാശ നൃത്തം, സ്റ്റാർലിംഗ് മർമറേഷൻ എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. ഒരു ലീഡർ പോലും ഇല്ലാതെ കൃത്യമായിട്ടുള്ള കോർഡിനേഷനോടുകൂടെ മിന്നൽ വേഗത്തിലാണ് അവരുടെ ആ സഞ്ചാര വേഗതയും ദിശയെല്ലാം അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അവർ കൂട്ടിയിടിക്കുന്നില്ല, അപകടങ്ങളില്ല, മുൻ പരിശീലനം ഒന്നും ഇല്ലാതെയാണ് ഇത്രയും പക്ഷികൾ ആ ഒരു പ്രതിഭാസം അവിടെ അരങ്ങേറുന്നത്. അതേസമയം നമ്മൾ ഉണ്ടാക്കുന്ന വിരലെണ്ണാവുന്ന ഫ്ലൈറ്റുകൾ മാസങ്ങളുടെ പരിശീലനങ്ങൾ ലഭിച്ചിട്ടും ഇത്രയേറെ സുരക്ഷാ ക്രമീകരണങ്ങളും മാനദണ്ഡങ്ങളെല്ലാം സ്വീകരിച്ചിട്ടും ഇത്തരം ഷോകളിൽ എത്ര അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഊർജ്ജക്ഷമത, ഫ്യൂവൽ കൺസംഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഏതാനും ഗ്രാമ ഭക്ഷണം കഴിച്ചിട്ടാണ് ദേശാന്തരഗമനം നടത്തുന്ന ആർട്ടിക് ടേൺ അല്ലെങ്കിൽ ബാർട്ടൈൽ ഗോഡ്വിറ്റ് പോലെയുള്ള പക്ഷികൾ 90,000 അല്ലെങ്കിൽ 100,000 കിലോമീറ്ററുകൾ ഭൂഖണ്ഡങ്ങൾ താണ്ടി അവര് യാതൊരു GPS-ന്റെയും സഹായം ഇല്ലാതെ കൃത്യമായിട്ട് ദിശ തെറ്റാതെ അവർ ആ ദേശാന്തരഗമനം നടത്തുകയാണ്. അതേസമയം എത്ര ഫ്യൂവൽ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എത്ര സംവിധാനങ്ങളാണ് നാവിഗേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇത്രയേറെ പെർഫെക്ഷനോടുകൂടിയുള്ള പക്ഷികളുടെ സൃഷ്ടിപ്പ് അത് കേവല യാദൃശ്ചികം. അതേസമയം അതിനനുകരിച്ച് നമ്മൾ പല ന്യൂനതകളോടെയും നിർമ്മിച്ചത് അത് ഇന്റലിജൻസ് ആയിട്ട് കൊട്ടിഘോഷിക്കുകയാണ്. പല സമയത്തും നമ്മുടെ ന്യൂനതകൾ പോലും പരിഹരിക്കുന്നത് അവയുടെ പെർഫെക്ഷനിലേക്ക് നോക്കിയിട്ടാണ്. أولم يروا إلى الطير فوقهم صافات ويقبض ما يمسكهن إلا الرحمن إنه بكل شيء بصير.